നമ്മുടെ ജോസഫ് ഇടയന്നത്തെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിറഞ്ഞ സാന്നിധ്യമാണ്. അപ്പോൾ അദ്ദേഹം ഒരു മൂന്നാം ഊഴത്തിന് വേണ്ടി മത്സരിക്കുക. 2 തവണയും ജനപ്രതിനിധി എന്ന നിലയിൽ കിട്ടിയ വലിയൊരു അംഗീകാരം, ഒരു അനുഭവം ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വ്യത്യസ്തനാക്കുന്നു എന്ന് പറയാൻ സന്തോഷമുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ആ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് ആളുകളെല്ലാം ഭയന്ന് മാറിയുന്ന സമയത്ത് അന്ന് ജോയെക്കുറിച്ച് ഞാൻ ആദ്യം പലരും എന്നോട് സൂചിപ്പിച്ചൊരു കാര്യം, ഈ ആളുകൾക്കിടയിലേക്ക് അന്ന് കിറ്റൊക്കെ ധരിച്ചാണെങ്കിൽ ആളുകൾക്കിടയിലേക്ക് പോകാനും മരണപ്പെട്ട ആളുകളുടെ മരണാനന്തര കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്താനും നിങ്ങൾ കാണിച്ചൊരു അസാധാരണമായൊരു ധൈര്യമുണ്ട്. കാരണം കോവിഡിനെ കുറിച്ചുള്ള ഭീതിജനകമായ ഒരുപാട് ഉണ്ട്. അന്തരീക്ഷം പേടി മാറി കുറെ, ഒരു പരിധി വരെ ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിക്കൊണ്ടില്ലേ? അതെ അതെ അല്ലേ? മാത്രമല്ല ഇതൊരു ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് ഇടപെടാൻ കഴിയുമെന്നുള്ളത് വളരെ നന്നായിട്ട് രൂപപ്പെടുത്തി. ഞാൻ ഒരു എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല ഞാൻ നെടുകുന്ന വഴി എപ്പോൾ കടന്നു പോകുമ്പോഴും ജോയോടൊപ്പം കുറെ ആളുകൾ കാണും. ഒറ്റയ്ക്ക് ജോയെ കാണുന്ന വളരെ അപൂർവം അല്ലേ? ആൾക്കൂട്ടത്തിനിടയിലാണ് എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ കാണുന്ന ഒരു ജനപ്രതിയും പൊതുപ്രവർത്തനം, അതൊരു ജനങ്ങളുടെ ഒരു വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് സത്യത്തിൽ. ഞാൻ ജോയെക്കുറിച്ചുള്ള എൻ്റെ മറ്റൊരു ചിന്ത, നമ്മുടെ വറ്റി വരേണ്ട ഒരു കാലഘട്ടമുണ്ട്, വല്ലാത്തൊരു വേനൽ. ആളുകൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയപ്പോൾ അന്ന് മാതുരുത്തിത്തോട്ടിലെ പാറമടയിലെ വെള്ളം പമ്പ് ചെയ്ത് ആ തോട്ടിൽ കൂടി ഇറക്കി ആ പ്രദേശത്തെ കിണറുകളിലെല്ലാം ജലമെത്തിക്കാൻ നടത്തിയൊരു ശ്രമം ഒരു നാടൻ സാങ്കേതിക വിദ്യയായിരുന്നു. പക്ഷേ അത് പിന്നീട് സംസ്ഥാന സർക്കാർ വരെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ? സെമിനാറുകൾക്ക് അതിന്റെ പേരിൽ പല സെമിനാറുകളിൽ എങ്ങനെയാണ് നമ്മുടെ ഈ ജലദൗർലഭ്യം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ക്രിയാത്മകമായ നാടൻ നടപടി എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനകത്തോടാണ് കൊണ്ടുവന്നത്. അതൊരു വളരെ നോവലായ ഒരു ആധുനിക ഒരു വളരെ പുതിയൊരു ആശയമായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒരുപാട് ആളുകൾ ചെയ്തു. കേരളത്തിൽ ഒരുപാട് ആയോജനം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ദൗത്യം ഏറ്റെടുത്തു വളരെ ക്രിയാത്മകമായ ഒരു നല്ലൊരു ഇടപെടലായിട്ട് മാറി. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തനായ ഒരു ജനപ്രതിനിധിയാണ് ജോ എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. ഒരു മൂന്നാം ഊഴത്തിലേക്കാണ് ഈ പ്രാവശ്യം അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്ന മാന്തുരുത്തിയോട് സമീപിച്ചുള്ള ആ വാർഡിൽ നിന്ന് മാറി 2ാം വാർഡിലാണ് മത്സരിക്കുന്നത്. നെടുകുന്ന പഞ്ചായത്ത് 2ാം വാർഡിൽ സുനിശ്ചിതമായ വിജയമാണ് അദ്ദേഹത്തിന് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കിട്ടുന്ന അനുഭവങ്ങളും ആളുകളിൽ നിന്ന് കിട്ടുന്നതും ഒരു നല്ല ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ അവരാഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ജോയിക്ക് അനുകൂലമായി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. അദ്ദേഹത്തെ പോലുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും അതിനു മുമ്പുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും വ്യക്തിപരമായി നമുക്കൊക്കെ ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ്. പല കാര്യങ്ങളും ഒരു MLA എന്ന നിലയിൽ നെടുകുന്ന പ്രദേശത്തിൻ്റെ വികസനത്തിൽ നല്ല നിർദ്ദേശങ്ങൾ എൻ്റെ മുൻപിൽ പലപ്പോഴും അദ്ദേഹം കൊണ്ടുവന്ന് ഞാൻ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ മാന്തുരുത്തിയിലെ ആളുകൾക്ക് കയറിപ്പോകാൻ മാർഗമില്ലാത്ത ഒരു പ്രദേശം അല്ലേ, ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതാണ്. അപ്പം ആ കാര്യത്തിലൊക്കെ ഇടപെട്ടു. അപ്പം നല്ലൊരു സമീപനം, എനിക്ക് വ്യക്തിപരമായി ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനം നമ്മുടെ നാടിന് ലഭ്യമാക്കാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം ഉണ്ടാകണം. 3ാം ഊഴത്തിൽ വിജയിച്ചു വരട്ടെ എന്നുള്ള ആശംസയോടെ താങ്ക് യു സർ.